നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. കോളേജ് പരിപാടിയിൽ നിന്ന് ഗായകൻ ജാസി ഗിഫ്റ്റ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടെയാണ് ഗായകൻ വേദി വിട്ടത്. പാട്ടുപാടുന്നതിനിടെ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് പ്രിൻസിപ്പൽ പിടിച്ചുവാങ്ങി. ഒപ്പം പാടാനെത്തിയ ആളെ ഒഴിവാക്കണമെന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടതായാണ് പരാതി. കോളേജ് ഡേയിലെ പരിപാടിയിലെ മുഖ്യാതിഥിയായിരുന്നു ജാസി ഗിഫ്റ്റ്. വിദ്യാർത്ഥികൾ ക്ഷണിച്ച പ്രകാരമാണ് ഗായകൻ എത്തിയത്. എന്നാൽ വേദിയിലെത്തിയ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചുവാങ്ങി. തുടർന്ന് പ്രതിഷേധിച്ച ജാസി ഗിഫ്റ്റ് വേദി വിടുകയായിരുന്നു. പ്രിൻസിപ്പാളിനെതിരെ കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇത്രയും നാളത്തെ സംഗീത ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഒപ്പം പാടാനെത്തിയ മുതിർന്ന ഗായകനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞു. ജാസി ഗിഫ്റ്റിനൊപ്പം കോറസ് പാടാൻ പുറമെ നിന്ന് മറ്റൊരു പാട്ടുകാരനെ എത്തിച്ചിരുന്നു. എന്നാൽ ഉദ്ഘാടകനായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുമതി നൽകിയിരുന്നതെന്നാണ് പ്രിൻസിപ്പളിന്റെ നിലപാട്. മൈക്ക് പിടിച്ചു വാങ്ങിയതോടെ പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജാസി ഗിഫ്റ്റ് വേദി വിട്ടിറങ്ങി പോവുകയായിരുന്നു. പുറത്തു നിന്നുള്ള ആളുകളെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണങ്ങളുണ്ടെന്നും ഇക്കാര്യം മൈക്ക് വാങ്ങി പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത്. എന്നാൽ പ്രിൻസിപ്പാളിന്റെ നടപടി വിഷമമുണ്ടാക്കിയതായി ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചു. ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുത്. പാട്ടുകാരനൊപ്പം കോറസ് പാടാൻ സാധാരണ ആളെത്തും. എന്നാൽ അക്കാര്യമൊന്നും നോക്കാതെയാണ് പ്രിൻസിപ്പൽ തന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയത്. കലാകാരൻ എന്ന നിലയിൽ ഇത് തന്നെ അപമാനിക്കലാണെന്നും ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചു. വിദ്യാർത്ഥികളെ ക്ഷണപ്രകാരമാണ് കോളേജ് ഡേയിൽ മുഖ്യ അതിഥിയെ ജാസി ഗിഫ്റ്റ് എത്തിയത്. തുടർന്ന് വിദ്യാർത്ഥികളെ അഭ്യർത്ഥന പ്രകാരം ഗാനം ആലപിക്കുകയായിരുന്നു. പാട്ടുപാടുന്നതിനിടയിലാണ് പ്രിൻസിപ്പൽ വേദിയിലേക്ക് എത്തിയത്. അതിനുശേഷം ജാസി ഗിഫ്റ്റ് മാത്രം പാട്ടുപാടിയാൽ മതിയെന്നും കൂടെയുള്ള ആളെ പാടാൻ അനുവദിക്കില്ലെന്നും ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിക്കൊണ്ട് അറിയിക്കുകയായിരുന്നു. മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധായകനും ഗായകനുമാണ് ജാസി ഗിഫ്റ്റ്. മലയാള ചലച്ചിത്ര ഗാനമേഖലയിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ സാധ്യതകൾ തെളിയിച്ച് ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ജയരാജ് സംവിധാനം ചെയ്ത ഫോർ ദ പീപ്പിൾ എന്ന മലയാള ചിത്രത്തിൽ സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ച ലജ്ജാവതി എന്ന ഗാനത്തിലൂടെ യുവതലമുറയുടെ ഹരമായി മാറിയ ജാസി ഗിഫ്റ്റ് തെലുങ്ക്, തമിഴ് എന്നീ സിനിമകളും ഇപ്പോൾ സജീവമാണ്. 20 വർഷം മുമ്പ് ഇറങ്ങിയ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ലജ്ജാവതി എന്ന് തുടങ്ങുന്ന പാട്ട് ഇപ്പോഴും കുട്ടികൾക്കിടയിൽ വൈബാണ്. അതിൽ ജാസി അതീവ സന്തുഷ്ടനാണെന്ന് അടുത്തിടെ നൽകിയ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സഫാരി ടിവിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പ്രോഗ്രാമിൽ ജാസി ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തിരുവനന്തപുരത്ത് ഫെസ്ഫോർട്ട് എന്ന ഹോട്ടലിൽ ഞാനും ജയരാജും ഒരു പ്രാവശ്യം പോയി. അവിടെ പാട്ടുപാടുന്ന ഗ്രൂപ്പിൽ ഒരാൾ മനോഹരമായി പാടുന്നു. ഞാൻ വേഗം എണീറ്റ് പോയി കൈ കൊടുത്ത് സുന്ദരമായിട്ട് പാട്ടുപാടി അസാധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അയാൾക്കും അത്ഭുതമായി. തിരുമേനി, എനിക്കറിയാം, ഇങ്ങനെ ആരും പറയാറില്ല, കേട്ടിട്ട് പോവാറേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ജയരാജ് തീരുമാനിച്ചു ഇയാളെ കൊണ്ട് ഒരു പടം ചെയ്യിക്കണമെന്ന്. അങ്ങനെയാണ് ഫോർ ദ പീപ്പിൾ എന്ന പടത്തിന് ജാസി ഗിഫ്റ്റ് എന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവുന്നത്. കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു പടമായിരുന്നു ഇത്. അതിലെ ലജ്ജാവതി എന്ന പാട്ടുൾപ്പെടെ എല്ലാ പാട്ടും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എഴുതി തീർത്തതാണ്. അത്ര ഗൗരവമായി തോന്നിയില്ല, പക്ഷെ വെറൈറ്റി ട്യൂണായിരുന്നു. ലജ്ജാവതി എന്നത് അജ്ഞാസാമിയെ കൊണ്ട് പാടിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ ജയരാജാണ് നിർബന്ധിച്ച് ജാസി തന്നെ പാടിയാൽ മതിയെന്ന് പറഞ്ഞത്. ആ തീരുമാനമായിരുന്നു ആ പടത്തിന്റെ വിജയവും. അതോടുകൂടി ഒരു താരോദയമായിരുന്നു. ജാസി ഗിഫ്റ്റ് പല ഭാഷകളിലേക്ക് പോയി. ഇപ്പോഴും അയാൾ കന്നഡത്തിലൊക്കെ ധാരാളം പടങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം പറയുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.